നമസ്കാരം. മനുഷ്യമനസ്സ് എങ്ങനെയാണ് വികസിക്കുന്നത് എന്നതിന്റെ അതിശയകരമായ ഒരു കഥയിലേക്കാണ് നമ്മൾ ഇന്ന് യാത്ര തിരിക്കുന്നത്. ഈ വിവരണം കേവലമൊരു തിയറി മാത്രമല്ല കേട്ടോ, ഇതൊരു മഹത്തായ സാഹസിക യാത്രയാണ്. ഒരു പുസ്തകത്തിലെ താളുകൾ മറിക്കുന്നതുപോലെ നമ്മുടെ മനസ്സ് എങ്ങനെയാണ് ചുറ്റുപാടുമുള്ള ലോകത്തെ മനസ്സിലാക്കാൻ തുടങ്ങുന്നത് എന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ശരി, നമുക്ക് ഇതിലേക്കൊന്ന് കടക്കാം. ഒരു കുട്ടിയുടെ മനസ്സ് ലോകത്തിന്റെ രഹസ്യങ്ങൾ ശരിക്കും എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? പണ്ടുകാലത്ത് ആളുകൾ കരുതിയിരുന്നത് കുട്ടികൾ വെറും ഒഴിഞ്ഞ പാത്രങ്ങളാണെന്നും നമ്മൾ മുതിർന്നവർ അതിലേക്ക് അറിവിങ്ങനെ നിറച്ചു കൊടുക്കുകയാണെന്നുമാണ്. എന്നാൽ പഠനമെന്നത് അത്ര നിഷ്ക്രിയമായ ഒന്നല്ല. അത് വളരെ സജീവമായ പുതിയ കാര്യങ്ങൾ നിരന്തരം കണ്ടെത്തുന്ന ഒരു പ്രക്രിയയാണ്. ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം തേടിയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര മുന്നോട്ടു പോകുന്നത്. അധ്യായം 1: അറിവിനായുള്ള അന്വേഷണം. ഓരോ പഠിതാവും ഒരു നായകനെപ്പോലെ അറിവ് തേടിയിറങ്ങുന്ന യാത്ര ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. B.F. സ്കിന്നറെയും പാവലോവിനെയും പോലുള്ള ശാസ്ത്രജ്ഞർ മുന്നോട്ട് വെച്ച പഴയ സിദ്ധാന്തങ്ങൾ ഓർമ്മയുണ്ടോ? അതെ, ആ പഴയ വ്യവഹാരവാദം അഥവാ ബിഹേവിയറിസം. ഒരു ചോദകം നൽകിയാൽ അതിനനുസരിച്ചുള്ള പ്രതികരണം ഉണ്ടാകുന്നു എന്നതായിരുന്നു ഇതിന്റെ അടിസ്ഥാനം. ഈയൊരു കാഴ്ചപ്പാടിൽ പഠിതാവ് വെറുമൊരു സ്വീകർത്താവ് മാത്രമാണ്, ബാഹ്യമായ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാത്രം പ്രതികരിക്കുന്ന ഒരാൾ. എന്നാൽ മനുഷ്യമനസ്സ് ഇതിനേക്കാൾ എത്രയോ സങ്കീർണമാണല്ലേ? ഇവിടെയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ വലിയൊരു ട്വിസ്റ്റ് വരുന്നത്. ജെറോം ബ്രൂണർ, ജീൻ പിയാഷെ തുടങ്ങിയവർ ഈ പഴയ രീതിയെ അപ്പാടെ തിരുത്തിക്കുറിച്ചു. അവർ നിർമ്മിതിവാദം അഥവാ കൺസ്ട്രക്റ്റിവിസം എന്ന ആശയം കൊണ്ടുവന്നു. അവർ പറഞ്ഞത് കുട്ടികൾ അറിവ് വെറുതെ സ്വീകരിക്കുകയല്ല, മറിച്ച് തങ്ങളുടെ ചുറ്റുപാടുകളുമായി ഇടപഴകിക്കൊണ്ട് സ്വയം അറിവ് നിർമ്മിക്കുകയാണ് എന്നാണ്. അതായത് ഓരോ കുട്ടിയും പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു കൊച്ചു ശാസ്ത്രജ്ഞനാണ്. ലഭിക്കുന്ന വിവരങ്ങളെ അവർ സജീവമായി മാറ്റിയെഴുതുകയും സ്വന്തമാക്കുകയും ചെയ്യുന്നു. ഭാഗം 2: പ്രവൃത്തി മുതൽ ഭാവന വരെ. മനുഷ്യന്റെ ബൗദ്ധിക വളർച്ചയുടെ ആ ആദ്യ അധ്യായങ്ങൾ. ഇത് വളരെ മനോഹരമായി ആ വളർച്ചയെ കാണിക്കുന്നുണ്ട്. മനുഷ്യന്റെ ബൗദ്ധിക വളർച്ചയെ ജെറോം ബ്രൂണർ പ്രധാനമായും 3 രീതികളിലാണ് തരംതിരിച്ചിരിക്കുന്നത്. ആദ്യത്തേത് പ്രവൃത്തികളെ അടിസ്ഥാനമാക്കിയുള്ള ഇനാക്റ്റീവ് ഘട്ടം, രണ്ടാമത്തേത് ചിത്രങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഐക്കണിക് ഘട്ടം, മൂന്നാമത്തേത് പ്രതീകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സിംബോളിക് ഘട്ടം. ഇതൊരു കർശനമായ പ്രായപരിധിയുള്ള ഒന്നല്ല കേട്ടോ, മറിച്ച് നമ്മുടെ മനസ്സ് വിവരങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിന്റെ വിവിധ രൂപങ്ങളാണ്. ജീവിതത്തിന്റെ ആദ്യത്തെ ഒരു വർഷം ശരിക്കും എങ്ങനെയിരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ബ്രൂണർ ഇതിനെ ഇനാക്റ്റീവ് ഘട്ടമെന്നും പിയാഷെ ഇതിനെ ഇന്ദ്രിയചാലകഘട്ടം എന്നും വിളിക്കുന്നു. ഈ പ്രായത്തിൽ കുഞ്ഞുങ്ങൾ ലോകത്തെ അറിയുന്നത് അവരുടെ ശാരീരിക പ്രവൃത്തികളിലൂടെയാണ്. അവർ ചെയ്താണ് പഠിക്കുന്നത്. കാണുന്നതെല്ലാം തൊട്ടുനോക്കിയും രുചിച്ചു നോക്കിയുമാണ് അവർ മനസ്സിലാക്കുന്നത്. ഈ ഘട്ടത്തിൽ തന്നെയാണ് പിയാഷെ പറയുന്ന വസ്തുസ്ഥിരത അഥവാ ഒബ്ജക്റ്റ് പെർമനൻസ് കുഞ്ഞുങ്ങൾ നേടിയെടുക്കുന്നത്. അതായത് ഒരു കളിപ്പാട്ടം കണ്ണിൽ നിന്ന് മറഞ്ഞാലും അത് അവിടെ തന്നെ ഉണ്ട് എന്നവർ തിരിച്ചറിയാൻ തുടങ്ങുന്ന ആ മാന്ത്രിക നിമിഷം. എന്നാൽ ഈ ഇനാക്റ്റീവ് ഘടം കുട്ടികൾക്ക് മാത്രമുള്ളതാണോ? ഒരിക്കലുമല്ല. നമ്മൾ മുതിർന്നവരും ഇത് ദിവസവും ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങൾ ആദ്യമായി സൈക്കിൾ ചവിട്ടാനോ അല്ലെങ്കിൽ നീന്താനോ പഠിച്ചതെങ്ങനെയാണ്? അത് വാക്കുകളിലൂടെ വിശദീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ ശരീരത്തിലെ പേശികളാണ് ആ ചലനങ്ങൾ കൃത്യമായി ഓർമ്മിച്ചു വയ്ക്കുന്നത്. അതാണ് മസിൽ മെമ്മറി. അവിടെ ശരീരം ആ പ്രവൃത്തികളുടെ കഥ ഓർമ്മിക്കുകയാണ്. 1 മുതൽ 6 വയസ്സുവരെയുള്ള സമയത്ത് നമ്മുടെ കൊച്ചുനായകൻ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു. അതാണ് ഐക്കോണിക് ഘട്ടം. ഇവിടെ അറിവുകൾ നമ്മുടെ മനസ്സിൽ കാഴ്ചകളായും ശബ്ദങ്ങളായും ഒക്കെയാണ് സൂക്ഷിക്കപ്പെടുന്നത്. പിയാഷെയുടെ പ്രീ ഓപ്പറേഷണൽ ഘട്ടത്തിന് സമാനമാണിത്. നമ്മൾ പുതിയൊരു വിഷയം പഠിക്കുമ്പോൾ ആ വിവരങ്ങൾക്കൊപ്പം നല്ല ഡയഗ്രാമുകളോ ചിത്രങ്ങളോ ഉണ്ടെങ്കിൽ അത് വേഗത്തിൽ മനസ്സിലാകുന്നതെന്തുകൊണ്ടാണെന്ന് തോന്നിയിട്ടുണ്ടോ? അത് നമ്മുടെ മനസ്സ് ഈ ഐക്കോണിക് ഘട്ടത്തെ ഉപയോഗപ്പെടുത്തുന്നതുകൊണ്ടാണ്. ചിത്രങ്ങൾ പുതിയ ആശയങ്ങളുടെ വാതിലുകൾ തുറക്കുന്നു. ഇനി അധ്യായം 3: പ്രതീകങ്ങളുടെ ശക്തി അഥവാ സിംബോളിക് ഘട്ടം. ഒരു വലിയ വഴിത്തിരിവാണിത്. 7 വയസ്സിനുശേഷം സംഭവിക്കുന്ന ഈ മാറ്റമാണ് ഏറ്റവും ഗംഭീരം. നമ്മുടെ പഠിതാവ് തന്റെ ഏറ്റവും ശക്തമായ ആയുധം നേടിയെടുക്കുന്ന സമയമാണിത്. പിയാഷെയുടെ കോൺക്രീറ്റ് ഓപ്പറേഷണൽ ഘട്ടത്തിന് സമാനമായ ഈ അവസ്ഥയിൽ കാര്യങ്ങൾ ഭാഷയായും ഗണിതചിഹ്നങ്ങളായുമൊക്കെ മനസ്സിൽ ശേഖരിക്കപ്പെടുന്നു. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കണ്ട ചിത്രങ്ങളുടെ പരിമിതികളിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരാകുന്നു എന്നതാണ്. ഉദാഹരണത്തിന്, സ്വാതന്ത്ര്യമെന്ന വാക്കിന് അതിൻ്റെതായ ഒരു രൂപമില്ല, പക്ഷേ അത് വലിയൊരു ആശയത്തെ പ്രതിനിധീകരിക്കുന്നു. ഇത് അമൂർത്തവും സർഗാത്മകവുമായ ചിന്തകൾക്ക് അടിത്തറപ്പാകുന്നു. ഇനി ഇവിടെ ഏറ്റവും കൗതുകകരമായൊരു കാര്യം പറയാം. ബ്രൂണറുടെ അഭിപ്രായത്തിൽ ഭാഷ വെറുമൊരു ആശയവിനിമയ ഉപാധി മാത്രമല്ല, അത് നാം ചിന്തിക്കുന്ന രീതിയെ തന്നെ മാറ്റിമറിക്കുന്നു. ഇതിനെയാണ് സാപ്പിർ-വോർഫ് സിദ്ധാന്തം എന്ന് വിളിക്കുന്നത്.
ഉദാഹരണത്തിന് ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ സമയത്തെ ഒരു തിരശ്ചീന രേഖയായാണ് കാണുന്നത്, അതായത് മുന്നോട്ടുള്ള ഭാവി എന്നവർ പറയുന്നു. എന്നാൽ മന്ദാരിൻ ഭാഷ സംസാരിക്കുന്നവർ സമയത്തെ ലംബമായാണ്, അതായത് മുകളിൽ നിന്നും താഴേക്കെന്ന രീതിയിലാണ് കാണുന്നത്. അവർക്ക് അടുത്ത മാസമെന്നത് താഴേക്കാണ്. നാം ഉപയോഗിക്കുന്ന ഭാഷ നമ്മുടെ ലോകവീക്ഷണത്തെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്ന് നോക്കൂ. ഭാഗം 4. വഴിയിലെ വഴികാട്ടികൾ. ഒരു നായകനും ഒറ്റയ്ക്ക് വിജയിക്കുന്നില്ലല്ലോ. നമ്മുടെ നായകൻ സ്വയം ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തുന്നുണ്ടെങ്കിലും ശരിയായ വഴി കാണിച്ചു കൊടുക്കാൻ എപ്പോഴും ഒരു വഴികാട്ടി ആവശ്യമാണ്. ഇവിടെയാണ് ലെവ് വൈഗോസ്കി എന്ന ശാസ്ത്രജ്ഞൻ മുന്നോട്ടുവച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം കടന്നുവരുന്നത്: സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് അഥവാ ZPD. ഒരു കുട്ടിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളും മറ്റൊരാളുടെ സഹായത്തോടെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പാണിത്. അവിടെയാണ് കൂടുതൽ അറിവുള്ള ഒരാളുടെ ആവശ്യം വരുന്നത്. അത് അധ്യാപകനോ മാതാപിതാക്കളോ ആകാം. ഇവരുടെ സഹായത്തോടെ കുട്ടിക്ക് ആ വിടവ് എളുപ്പത്തിൽ നികത്താൻ സാധിക്കുന്നു. ഈ സഹായം നൽകുന്ന പ്രക്രിയയെ നമ്മൾ സ്കാഫോൾഡിംഗ് എന്നാണ് വിളിക്കുന്നത്. ഒരു വലിയ കെട്ടിടം പണിയുമ്പോൾ നമ്മൾ അതിനു ചുറ്റും താൽക്കാലികമായി കൊടുക്കുന്ന ഒരു സപ്പോർട്ടില്ലേ, അതുപോലെ തന്നെയാണിത്. അധ്യാപകർ ആദ്യം വിദ്യാർത്ഥികൾക്ക് നേടാൻ കഴിയുന്ന ലക്ഷ്യങ്ങൾ നൽകുന്നു, വലിയ പാഠങ്ങളെ ചെറിയ ഭാഗങ്ങളാക്കുന്നു, അവർക്ക് വേണ്ട സൂചനകളും താൽക്കാലിക പിന്തുണയും നൽകുന്നു. എന്നാൽ കുട്ടി ആ കാര്യം സ്വന്തമായി ചെയ്യാൻ പ്രാപ്തരാകുമ്പോൾ, കെട്ടിടം പണി തീരുമ്പോൾ സ്കാഫോൾഡിംഗ് അഴിച്ചുമാറ്റുന്നതുപോലെ ആ സഹായം പതുക്കെ പിൻവലിക്കുന്നു. അപ്പോൾ ഇതിൽ രസകരമായ ഒരു വ്യത്യാസമുണ്ട്. ഈ രണ്ട് ചിന്തകരും പഠനത്തെ കാണുന്ന രീതിയൊന്ന് നോക്കാം. വൈഗോട്സ്കിയുടെ അഭിപ്രായത്തിൽ കുട്ടി ഒരു കൊച്ചു അപ്രന്റീസാണ്. സമൂഹത്തിൽ നിന്നും ചുറ്റുപാടിൽ നിന്നുമാണ് കുട്ടി അറിവ് നേടുന്നത്. എന്നാൽ ബ്രൂണർ കുട്ടിയെ ഒരു കൊച്ചു ശാസ്ത്രജ്ഞനായാണ് കാണുന്നത്. കുട്ടി സ്വയം അന്വേഷിച്ചു കണ്ടെത്തുന്നു. ഇതൊരു ബോട്ട് യാത്ര പോലെയാണെന്ന് പറയാം. ബോട്ട് ഓടിക്കുന്ന പൈലറ്റും ചുറ്റുപാടുകളുമാണ് പ്രധാനമെന്ന് വൈഗോട്സ്കി പറയുമ്പോൾ, മാപ്പ് നോക്കി വഴി സ്വയം കണ്ടെത്തുന്ന യാത്രക്കാരനാണ് പ്രധാനമെന്ന് ബ്രൂണർ പറയുന്നു. രണ്ടും ഒരുപോലെ പ്രധാനവുമാണ്, അല്ലേ? പഠനം സ്വയം കണ്ടെത്തുന്നതാണെന്ന് ബ്രൂണർ പറയുമ്പോൾ, ഡേവിഡ് ഒസുബെൽ എന്ന മറ്റൊരു ശാസ്ത്രജ്ഞൻ ചിന്തിച്ചത് കുറച്ച് വ്യത്യസ്തമായാണ്. സ്വന്തമായി കണ്ടെത്താൻ ശ്രമിക്കുന്നത് നല്ലതാണെങ്കിലും അത് ചിലപ്പോൾ സമയം കളയുമെന്നും വിദ്യാർത്ഥികളെ കൺഫ്യൂഷനിലാക്കുമെന്നും അദ്ദേഹം കരുതി. അതുകൊണ്ട് കാര്യങ്ങൾ വളരെ വ്യക്തമായും യുക്തിസഹമായും അവതരിപ്പിക്കുന്നതാണ് നല്ലതെന്ന് ഒസുബെൽ വാദിച്ചു. എന്നാൽ ബ്രൂണർ ഉറച്ചു വിശ്വസിച്ചത് അങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന അറിവുകളേക്കാൾ നമ്മൾ സ്വയം കഷ്ടപ്പെട്ട് കണ്ടെത്തുന്ന അറിവുകൾ മാത്രമേ എക്കാലവും മനസ്സിൽ നിലനിൽക്കൂ എന്നാണ്. ഇനി നമ്മുടെ അവസാന അധ്യായം, സർപ്പിളപാത അഥവാ സ്പൈറൽ കരിക്കുലം. പഠനമെന്നത് ഒരിക്കലും ഒരു നേർരേഖയിലൂടെയുള്ള യാത്രയല്ല കേട്ടോ. അതൊരു സർപ്പിളമായ, ചുറ്റിത്തിരിഞ്ഞു പോകുന്ന ഒരു പാതയാണ്. ഏത് സങ്കീർണമായ വിഷയവും അത് കൃത്യമായി പ്ലാൻ ചെയ്താൽ ഏതു പ്രായത്തിലുള്ള കുട്ടിയെയും പഠിപ്പിക്കാൻ കഴിയും എന്ന് ബ്രൂണർ വിശ്വസിച്ചു. അതായത്, ഒരു വിഷയം നമ്മൾ ആദ്യം വളരെ സിമ്പിളായി പഠിക്കുന്നു, പിന്നീട് പഠനത്തിന്റെ ഓരോ ഘട്ടത്തിലും നമ്മൾ അതേ വിഷയത്തിലേക്ക് വീണ്ടും മടങ്ങിവരുന്നു, എന്നാൽ കൂടുതൽ ആഴത്തിൽ എന്നു മാത്രം. ഇങ്ങനെ പഴയ അറിവുകളെ പുതിയ തലങ്ങളിൽ വീണ്ടും കണക്ട് ചെയ്യുമ്പോൾ അതൊരു ശക്തമായ അറിവായി മാറുന്നു. ഇങ്ങനെ നമ്മൾ മുകളിലേക്ക് പോകുമ്പോഴെല്ലാം നമ്മുടെ അറിവിന്റെ അടിസ്ഥാന ഘടനകൾ മാറിക്കൊണ്ടിരിക്കും. ഇതിനെയാണ് പിയാഷെ സ്കീമകൾ എന്ന് വിളിക്കുന്നത്. നമ്മൾ പുതിയ അനുഭവങ്ങൾ നേടുമ്പോൾ ആ പുതിയ വിവരങ്ങളെ പഴയ അറിവുകളുമായി കൂട്ടിച്ചേർത്ത് നമ്മൾ മനസ്സിലേക്ക് സ്വാംശീകരിക്കുന്നു. നമ്മുടെ പഴയ അറിവുകളുടെയും അനുഭവങ്ങളുടെയും അടിസ്ഥാനത്തിൽ പുതിയ കാര്യങ്ങളെ നമ്മൾ വ്യാഖ്യാനിക്കുകയും നമ്മുടെ ചിന്താമണ്ഡലം കൂടുതൽ വികസിക്കുകയും ചെയ്യുന്നു. ഈ വിവരണം അവസാനിപ്പിക്കുന്നതിന് മുൻപ് ബ്രൂണറുടെ വളരെ പ്രശസ്തമായ ഈ വാക്കുകൾ കൂടി ഓർക്കാം. നൽകിയിരിക്കുന്ന വിവരങ്ങൾക്കപ്പുറത്തേക്ക് പോകുക. വിദ്യാഭ്യാസമെന്നത് വെറുതെ അറിവുകൾ പകരുന്നതല്ല, മറിച്ച് എങ്ങനെ പഠിക്കണം എന്ന് പഠിപ്പിക്കലാണ്. ഒരു നിമിഷം ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ യാത്രയിൽ വെറും കാണികളും കേൾവിക്കാരുമാകാതെ നിങ്ങൾക്ക് ലഭിക്കുന്ന വിവരങ്ങളെ സ്വന്തം ചിന്തകളിലൂടെ മാറ്റിയെഴുതാൻ നിങ്ങൾക്ക് കഴിയുമോ? ഒരു ആയുഷ്കാലം മുഴുവൻ സ്വയം പഠിക്കാൻ പ്രാപ്തിയുള്ളവരായി മാറാൻ നമ്മൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ. നന്ദി.